മെൽവിൻ കിണ്ടി കുണ്ടീന്ന് സേവ് ചെയ്യാത്ത ഭാഗ്യം. അപ്പൊ ഈ ഗ്രാനൈറ്റ് കളവ് പറയുന്നായിരുന്നാ? ഇതെന്താ പട്ടിക്ക് ചങ്ങല ഇട്ടതാ? അറിയുന്നാളാ ഇല്ല. എടാ സ്ട്രൈക്ക് കിട്ടുന്ന പരിപാടിയല്ല, അടിയിലൊന്നും കിട്ടില്ല. അടിയിലെന്താ ഇടണ്ടേ? അടിയിലിട്ടിന് നിലം തുണക്കാറുണ്ട് മോനെ. നീ ബാത്റൂം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ? ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഹോം വീട്ടിൽ ടീം. അപ്പൊ നീ ഇവിടെ വന്നത് പരിപ്പറി വെക്കാനല്ലേ? ഇന്റെ ലെവല് എന്റെ ഓഡിയൻസ് എന്റെ മുമ്പിൽ വന്ന് എടാ ഉലുവ ജാസി, നീ എന്താ ഇപ്പൊ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് ജാസിന്റെ പോയിട്ട് പണി തുടങ്ങും. പരിപ്പറി വെച്ചോ. എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങനെ നീ പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. തീട്ട തൂറാൻ മുട്ടിയാല് എല്ലാവരും കണക്കാണ്. ഏത് പൈസക്കാരനായിക്കോട്ടെ, ഏത് അഹങ്കാരി ആയിക്കോട്ടെ, ലോകത്തെ ഏത് വലിയ ആളും ആയിക്കോട്ടെ, തൂറാൻ മുട്ടിയാ തീർന്നു. രത്തന്റെ ആയിക്കോട്ടെ, ഷാറൂഖ് ഖാൻ ആയിക്കോട്ടെ, ദീപിക പദ്കോൺ ആയിക്കോട്ടെ, തൂറാൻ മുട്ടിയാ തീർന്നോ? അല്ലല്ല, കായ്പോളാക്കാൻ പറയുന്നത് ഇവനോട്. കായ്പോള ആയിക്കോ. ചീറ്റി പോരാ. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഈ കട്ടയിലൂടെയാണ്. കട്ട കണ്ട ഒരു വേറെ തന്നെ ഞാൻ അമല, എനിക്കൊരു ചിയേഴ്സ് തരുമോ? അമലയില്ലേ? അമല കോമാളിക്കൊരു ദിവസം ഉണ്ടല്ലേ? അപ്പൊ ഏതൊരു കോമാളിക്കൊരു ദിവസം പട്ടിക്ക് ഇതുണ്ട്. ഏതോ പന്നയ്ക്ക് ഒരു ദിവസം ഉണ്ട് പറയുന്നത്. രണ്ടാമത്തെ സൂപ്പർ ചാറ്റ് അല്ല, മൂന്നാമത്തെ ഏറ്റവും എടുത്ത്. പ്രണയം മൂത്ത് കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ഒരു ഭ്രാന്ത് കയറും. അങ്ങനെ ഒരു ഭ്രാന്താണ്. ഞാൻ ഡീലാക്കും. പക്ഷെ എനിക്ക് ഇത് JCB എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? കൊറേ കാലം തൊട്ട് ലൈവില് വന്നിട്ട് സന്തോഷം തോന്നില്ല, വേറെ തോന്നില്ല. സന്തോഷം തോന്നുന്നത് തന്നെ സന്തോഷം തോന്നുന്നത് പറഞ്ഞില്ല. ഇങ്ങനെ പറയുന്നത് ഒരുമാതിരി ഒരു ചത്തവൻ പോലെ. ആരാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്? ഈ കാരണവരുണ്ടല്ല, ഞാൻ പറയുന്നില്ല, 6 മാസം കൂടുമ്പോ ഇവനൊരു വാക്ക് സംസാരിക്കല്. ഇവൻ ആക്റ്റീവ് ഞാൻ പേശ ഷെമീറെല്ലാം സൈഡാവും. മമ്മൂന്റെ തിരിച്ചുവരവോടുകൂടി നീയല്ലേ പറഞ്ഞേ നമ്മളെ വീട്ടിലെ കോഴികളാ കളിക്കാൻ വിട്ടതാ, നീ തിരിച്ചു വരുമ്പോ എല്ലാം അടങ്ങും, കൂട്ടിലടങ്ങും. കൂട്ടിലടങ്ങി, ഇവൻ കൂട്ടിലടങ്ങി. പെട്ടെന്നൊരു പെട്ടെന്നൊരു പണിഷ്മെന്റ് പറഞ്ഞ ക്യാരറ്റ് ജ്യൂസ് അടിക്കലും മുസമ്പി തൊളിക്കലെല്ലാം ഈ കോഹ്ലിയുടെ ചെയ്യുന്ന പരിപാടികൾക്ക് വേണ്ട. കണ്ണോണ്ടൊക്കെ എന്താ വിളിച്ച് ഇപ്പൊ ഒരു വിളി വരുമല്ല. നിനക്ക് ആവശ്യം വരുമ്പോ എന്ത് അണ്ടി എന്ത് ചീത്ത അണ്ടി എല്ലാവർക്കും ഉള്ള സാധനമല്ല. നിനക്കില്ലടാ, നിനക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടെന്ത്? നല്ലൊരു പണിഷ്മെന്റ് അല്ലേ? നല്ലൊരു പണിഷ്മെന്റ്, അടിപൊളി പണിഷ്മെന്റ് ആണ്. ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്റർ ആണ് ഇവൻ. ഇവനെ ഞാൻ കിസ് ചെയ്യൂല. ഇവനെ നോക്കട്ടെ, മൈക്കിൽ വെള്ളം കയറി. എക്സ്പീരിയൻസ് ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്, ഞാൻ ഈ കരടീനെ കിസ് ചെയ്തത്. എന്നിട്ട് നീ എന്നോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്? എക്സ്പീരിയൻസ് ഇവൻ പുട്ടൊന്നും കണ്ടില്ല വൈകുന്നേരം. എന്റെ വായിൽ പുട്ടല്ല കയറി. ഇവന്റെ കാമക്കടി ഇവൻ തീർത്തത് ഈ ലിപിലമായ ചുണ്ടുകളിലാണ് ഇവൻ തീർത്തത്. ഇതുവരെ എന്റെ ജീവിതത്തില് എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ച്, അത്രയും സൗന്ദര്യമുള്ള ദീപിക പദ്കോണിനെ പോലത്തുള്ള ഒരു പെണ്ണായിരുന്നു. അങ്ങക്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകനായി. പ്രാങ്കൊന്നല്ല. റൊമാൻറ്റിക് ഇത് കുമാൻറ്റിക്കാണ്. എന്താ പിക്കപ്പ് ലൈൻ? പിക്കപ്പ് ലൈൻ ഞാൻ പറയാം. നീ എന്റെ ചുടു, ഞാൻ നിന്റെ മടു.
ഞാൻ പബ്ലിക്കാക്കും, അതാ നല്ലത്. കല്യാണം കഴിഞ്ഞിട്ട് പബ്ലിക്കാക്കും, കല്യാണത്തിന്റെ അന്ന്. കുട്ടികളായിട്ട് ആക്കിയാ പോരെ. എന്നാ മരിക്കാൻ പോകുമ്പോൾ പബ്ലിക്കാക്കാടാ. റിസ് ടോക്കാന്ന് ഇപ്പം കഴിഞ്ഞാൽ മനസ്സിലാവും. തൊപ്പി എന്ന നിഹാദിനെ ഒരുപക്ഷെ മേയറിന് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ നിഹാദ് എന്ന തൊപ്പിയെ മേയർ ഇഷ്ടപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ എവിടെയോ ഒരു പ്രണയം പൂക്കുന്നു, വാക്കുകൾ ചുരുങ്ങുന്നു, ശബ്ദം ഇടർന്നു, കണ്ണുകൾ ഉടക്കും, നിന്റെ മോന്തൊക്കെ ഇട്ട് ഇടിക്കുന്നു. അത് എങ്ങനെയൊക്കെ ഒന്ന് കണ്ട് സുഖം എടുക്കട്ടെടാ, ജീവിതത്തിൽ നടക്കുന്നില്ല. ഒരു മിനിറ്റ്, ഇത് സൂം ചെയ്യാൻ പറ്റോ? ഫോട്ടോ ആണെങ്കിലും ഇതൊക്കെ സെൻഡ് ചെയ്യ് എന്റെ വാട്സപ്പിലേക്ക്. ബാത്റൂമിന്റെ അടുത്തുനിന്ന് ഏടുന്നാണേ ഒളിഞ്ഞു ഇവൻ മറ്റേ കൊളപ്പന്റെ അടുത്തുനിന്ന് നിനക്കറിയില്ലേ? അതല്ല തന്നെ. എന്നിട്ട് എന്ത് നാട്ടുകാർ പിടിച്ചടിച്ച് ഇവന്റെ ഒരു ചങ്ങായി ഉണ്ടായി. ഇവന്റെ പറഞ്ഞാ അറിയോ? അതിലല്ലേ മമ്മു വെസ്റ്റാന്ന്. നമ്മളെന്താ ഏങ്ങൂലികളാ. Bye bye bye. See you. പണിക്കെല്ലാം പോട്. Bye. See you. Love you.